എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ കഴിക്കാനുള്ളതായിട്ട്. അതിന് 3 സവോള, 3 തക്കാളി, പിന്നെ വെണ്ടക്കായ ഇതിൽ 2 മൂത്തതാണ്, അത് വെറുതെ മുറിച്ചിടുന്നതാണ്. അപ്പോൾ ഒരു 5-6 വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. അതിൽ മൂത്തത് മാറ്റി വയ്ക്കും. ഇതുകൊണ്ട് നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ് ഈ സാമ്പാർ. അപ്പോൾ നമുക്ക് സാമ്പാർ വയ്ക്കാം. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് പരിപ്പ് കഴുകി വെള്ളം വാരി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സവോള തക്കാളി ഇട്ടിട്ട് മാത്രമാണ് വേവിക്കുന്നത്. വെണ്ടക്കായ എന്ന് പറയുന്നത് പുളി പിഴിഞ്ഞ് ഒഴിക്കില്ലേ, അപ്പോഴാണ് വെണ്ടക്കായ ഇട്ട് വേവിക്കാം. അപ്പോൾ തക്കാളിയും സവാളയും ഇട്ടു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തിളച്ച് പോവാണ്ടിരിക്കാനായിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പരിപ്പും കഷ്ണവും വേവാനായിട്ട് ഇത്ര വെള്ളം മതി. ഇതൊന്ന് കുക്കറിൽ അടച്ച് വെച്ച് വെന്ത് വരട്ടെ. ഇപ്പം കഷ്ണം വെന്തു. ഇനി നമുക്ക് അതിലേക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. നുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. വെണ്ടക്കായ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ, അപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ്, പിന്നെ ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നിറപറയുടെ സാമ്പാർ പൊടിയാണ്. അപ്പോൾ അത് ഒഴിച്ച് തിളച്ച് വെന്ത് വരും. അതിലേക്ക് ഈ വെണ്ടക്കായ നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ചു. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് സാമ്പാർ പൊടി കലക്കി വയ്ക്കുക. പുളി പിഴിഞ്ഞൊഴിച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടി കലക്കിയത് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകണവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതൊന്ന് പുളി പിഴിഞ്ഞൊഴിച്ച് സാമ്പാർ പൊടി കലക്കി ഒഴിച്ചിട്ട് നല്ലോണം വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ വെണ്ടക്കായും വെന്ത് വരും. അത് ശേഷം നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇനി അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുത്തു. ഇനി അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റമുളകും കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നു. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സാമ്പാറിൽ വെണ്ടക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങനെ നമ്മളെ സാമ്പാറിലേക്ക് കടുക്, ഉലുവ, പച്ചമുളക്, കറിവേപ്പിലൊക്കെ താളിച്ചത് ഒഴിച്ചു. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഒക്കെ കറക്റ്റാണെന്ന് നോക്കാം. നല്ല അടിപൊളി സാമ്പാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.